ഹായ് ഓൾ, ദിസ് ഇസ് വെനസ്ഡേ മോർണിംഗ്. ആസ് യൂഷ്വൽ 5 മണിക്ക് എണീറ്റിട്ടുണ്ട്. ഈ ആസ് യൂഷ്വൽ ഒന്നും ചേർക്കാനുള്ള സമയമായിട്ടില്ല. കുറച്ച് ദിവസമായിട്ടുള്ളല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട്. അതിൻ്റെ ക്ഷീണം കാണാനും ഉണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ എന്നത്തെയും പോലെയാണ്. ഇപ്പോൾ ഉള്ള 2-3 ദിവസത്തെയും പോലെ തന്നെ രാവിലെ ഇതേ സ്മൂത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ഓവർനൈറ്റ് ഓട്സ് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഓട്സ് കുതിർത്തി വെക്കുമ്പോൾ അത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ. പുറത്തിരുന്നാൽ അത് രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കഞ്ഞിവെള്ളമൊക്കെ കുറച്ച് ഡിസ്പായി കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന മണമൊക്കെ ഈ ഓട്സിൽ നിന്ന് വരാൻ തുടങ്ങും. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ചിരുന്നത്. ഞാൻ ആ ഓട്സിൻ്റെ തൊട്ട് മേളിൽ നിൽക്കുന്നത് വരെ വെള്ളം ഒഴിക്കുകയുള്ളൂ. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് അതൊരു കുഴമ്പ് പരുവത്തിൽ നിൽക്കും. അധികം വാട്ടറി ആയിട്ടുണ്ടാകത്തില്ല. പിന്നെ ബനാന, ഷുഗർ, ചോക്ലേറ്റ് സ്പ്രെഡ്, പിന്നെ നമ്മുടെ സിറപ്പ് കുറച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ എഗ്ഗ് നൈറ്റ് പുഴുങ്ങി വെക്കാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ബുൾസൈ ആക്കി. ഫാറ്റിൻ്റെ കാര്യമാണെങ്കിൽ സ്വഭാവത്തിലുള്ള കൊഴുപ്പ് അങ്ങനെ ശരീരത്തില്ല. കുറച്ച് കൊഴുപ്പിരിക്കട്ടെ, കുറച്ച് എണ്ണ ചേരുന്നല്ലേ ഉള്ളൂ. എപ്പോഴത്തെയും പോലെ തന്നെ അതിൻ്റെ മീതേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അമ്മ ഇന്നലെ രാത്രി തന്നെ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അവിടെ ഇരിക്കുന്നത്. ഇനി പതുക്കെ ചൂടാക്കി എടുക്കാം. അതൊക്കെ പിന്നീട് അടുത്ത ട്രിപ്പ് ഉറക്കം കഴിഞ്ഞിട്ട്. ഈ മുട്ട പൊരിക്കുന്നതൊക്കെ സൗണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കേൾക്കുന്നല്ലേ. നല്ല സൈലൻസ്, ഒരു ശ്മശാന മൂകത, ഒരു കാംനെസ്സൊക്കെ ഉണ്ട്. എന്നാലും ബാക്കി പണികൾ ഞാൻ കണ്ടിന്യൂ ചെയ്യത്തില്ല. എനിക്ക് ഇത്തിരി കൂടെ ഉറങ്ങണം. പക്ഷെ ഇങ്ങനെ വിചാരിക്കുമ്പോഴാണ് കേട്ടോ ഒട്ടും ഉറങ്ങാൻ പറ്റാത്തത്. ഉറങ്ങണം എന്ന് വിചാരിച്ച് ഇനി പോയി കിടക്കുമ്പോഴത്തേക്ക് ഉറക്കം പോകും. അതിൻ്റെ മെയിൻ റീസണിലൊന്ന്, അലൻ ഇറങ്ങുന്നത് വരെ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ചാനലിൻ്റെ പരിതാപകരമായ അവസ്ഥയും പിന്നെ ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യണോ, ഇനി അടുത്ത വീഡിയോ ഇടണോ എന്നൊക്കെയുള്ള ചിന്തയും അങ്ങനെ കാട് കയറിയിരുന്ന് ചിന്തയടിച്ച് ഞാൻ തന്നെ ആകെ ഡെസ്പായി പോവും. അപ്പോൾ പിന്നെ പോയി കിടക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ എന്തായിരിക്കും മിസ്റ്റേക്ക്, എന്തായിരിക്കും അങ്ങനെ ഒരു വീഡിയോ പോലും വൈറലായിട്ട് കയറി പോവാത്തതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കും. എൻ്റെ മാവും പൂക്കും എന്നാണല്ലോ. അങ്ങനെ എന്തായാലും അടുത്ത സെറ്റ് ഉറക്കം കഴിഞ്ഞിട്ട് ഇതേ അലാമിൻ്റെ കൂടെ വീണ്ടും ഞാൻ എണീറ്റു. മീൻ കറി ആയിരിക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ ഇനിയിപ്പോൾ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ മോരും കാച്ചണം. മീൻ കറിയുടെ ചാറ് കുറവാണ്, ഇത്തിരിയേ ഉള്ളൂ. മീനും അധികം ഇല്ലായിരുന്നു. ഒരു 3-4 പീസ് അങ്ങോട്ട് ഇട്ടിട്ടാണ് അമ്മ കറി വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കണം. ആലൻ ലഞ്ചിന് എത്താറുണ്ട്. 11 o'clock ഒക്കെ ആകുമ്പോൾ വന്നിട്ട് പിന്നെ ഒന്ന് ഉറങ്ങി ലഞ്ചൊക്കെ കഴിഞ്ഞ് 3 o'clock ആകുമ്പോൾ തിരിച്ചു പോകും. കുക്കു സാറിന് സ്കൂളിൽ ചോറും കൊടുത്തു വിടണം. അപ്പോൾ എന്തായാലും നമുക്ക് വെജിറ്റബിളും മോരും ഒക്കെ വേണം. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. FBയിൽ ചില വീഡിയോസ് ഞാൻ ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തേ. ചിലത് ഞാൻ FBയിൽ പോസ്റ്റ് ചെയ്യാറുമില്ല. നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും പിന്നെ ഇടയ്ക്കുമൊക്കെ മ്യൂസിക് ചേർത്താണ് മിക്ക വീഡിയോസും ചെയ്യാറുള്ളത്. അപ്പോൾ ചില സോങ്സ് ഞാൻ YT സ്റ്റുഡിയോയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സോങ്സാണത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. FBയിൽ ഇടുമ്പോൾ അതിന് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നു. പക്ഷേ യൂട്യൂബിൽ കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ല. യൂട്യൂബിൽ ക്രിയേറ്റേഴ്സിന് അത് യൂസ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഏത് വീഡിയോയിലും യൂസ് ചെയ്യാം. ബോട്ടിൽ സ്റ്റെറിലൈസേഷനും കാപ്പിക്കുമുള്ള വെള്ളം വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സ്മൂത്തി ഉണ്ടാക്കിയ സാധനം കഴുകിയത്. അപ്പോൾ തലയിൽ ഉദിച്ചൊരു ബുദ്ധിയാണ് തേങ്ങയില്ലാതെ ചുമ്മാ മഞ്ഞപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് തൈരൊന്ന് അടിച്ചെടുക്കാമെന്ന്. അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കി അതങ്ങ് താളിച്ച് മോരുകറി അങ്ങ് ഉണ്ടാക്കിയാണ്. തേങ്ങ അരച്ചില്ലേലും അതിൻ്റെ രുചിയാണ്. കിങ്സിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലെനി മിസ്, നെനി നിനോഷ് എന്ന് ഞാൻ വിളിക്കുന്ന പുള്ളിക്കാരത്തി ഇതുപോലെയാണ് മോര് കാച്ചി കൊണ്ടുവരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങളെല്ലാവരും ചോറുണ്ട് കഴിഞ്ഞിട്ട് ആ മോര് കുപ്പിക്കകത്ത് ബാക്കിയുള്ളവരുടെ മീൻകറിയും കയ്യിൽ കിട്ടുന്ന അച്ചാറും എല്ലാം കൂടെ ചേർത്തൊരു ഷേക്ക് പരുവത്തിലാക്കി ഒരു കുടിക്കലുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റാണ് ഇപ്പോഴും. പക്ഷേ കുടിക്കാൻ ഞാൻ അവിടെ ഇല്ലെന്നേ ഉള്ളൂ. അങ്ങനെ മോരുകറി താളിച്ചു. ഇനി ബാക്ക് ടു ദ പോയിൻറ്റ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നമുക്കത് ഡിലീറ്റ് ചെയ്യണമെന്നില്ല FBയിൽ. പക്ഷേ ഏർണിങ്സിൻ്റെ 1% മ്യൂസിക് റൈറ്റ് ഓണേഴ്സിന് പോകും. അവരൊക്കെ ഓൾറെഡി നല്ല പണക്കാരാണ്. അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ നിന്ന് ഈ കുറച്ച് % എന്ന് പറയുന്നെങ്കിലും എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതിൻ്റെ 3/4 ഭാഗവും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്തിനാണ് ഞാനും കൂടെ അവർക്ക് കാശ് വാങ്ങിച്ചു കൊടുക്കുന്നത്? അത് വേണ്ട. അവർക്ക് ഓൾറെഡി, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർക്ക് കാശിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല പണക്കാരാണ്. അത്യാവശ്യമുള്ളത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇട്ടതുകൊണ്ട് എനിക്കൊരു ഗുണവും കിട്ടുന്നില്ല. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര സെൽഫിഷാണെന്ന്. അതുകൊണ്ട് മാത്രമല്ല, ഇതുപോലുള്ള നമ്മുടെ ഈ സപ്പോർട്ട് ഇൻബോക്സിൽ കോപ്പിറൈറ്റ് ക്ലെയിംസ് വരുന്നത് അത്ര നല്ലതല്ല.
ഇവിടെ ആണെങ്കിൽ യൂട്യൂബ് അതിന് നമ്മൾ ക്രെഡിറ്റ് ഒന്നും കൊടുക്കണ്ട എന്നുള്ള രീതിയിലുള്ള ഓപ്ഷനിലാണ്. ഞാൻ ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ് എന്നുള്ള രീതിയിലാണ് ഞാനത് ഉള്ളത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂസിക്കിൻ്റെ ക്രെഡിറ്റ്സ് ഒന്നും ഞാൻ കൊടുക്കാറില്ല. ഇത് ഓൾറെഡി ഡൗൺലോഡായി കിടക്കുന്നുണ്ട്. 2-3 സെറ്റ് ഓഫ് മ്യൂസിക് എൻ്റെ ഫോണിൽ തന്നെ ഉണ്ട്. ഞാൻ അത് തന്നെ എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യും. ക്രെഡിറ്റ് ഇല്ലാതെ നമ്മൾ മ്യൂസിക് ഉപയോഗിച്ചു എന്നുള്ള പരാതി വേറെ. ഇതിങ്ങനെ നമ്മുടെ അലേർട്ട്സിൽ വന്ന് കിടക്കുമ്പോഴുണ്ടല്ലോ എന്തോ എനിക്കിത് കാണാൻ ഇഷ്ടമല്ല. അല്ലെങ്കിലുണ്ടല്ലോ FBയിലെ ആ ഒരു സൈഡിൽ നമ്മുടെ ക്രിയേറ്റർ സപ്പോർട്ടിൽ പോയിട്ട് യുവർ അലേർട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പം നോ വയലേഷൻസ് എന്നും പറഞ്ഞൊരു ബ്ലൂ ടിക്ക് കാണും. ഗ്രീൻ ടിക്ക് കാണും. ഈ മെസ്സേജസ് ഒക്കെ വന്ന് കിടന്നാൽ ആ ടിക്ക് കാണത്തില്ല. അപ്പോൾ അതിനർത്ഥം ഞാൻ എന്തൊക്കെയോ വയലേറ്റ് ചെയ്യുന്നുണ്ടെന്നല്ലേ. എന്തായാലും വേണ്ട, വെറുതെ റിസ്ക് എടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. FBയിൽ നിന്നാണെങ്കിൽ അങ്ങനെ കട്ടയ്ക്ക് വരുമാനമൊന്നും കിട്ടുന്നില്ലെങ്കിലും മാസം ഒരു 2000 രൂപ വെച്ച് സുക്കുറണൻ എനിക്ക് അയച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു റീസൺ FBയിലാണെങ്കിൽ നമുക്ക് $25 പേ ഔട്ട് സെറ്റ് ചെയ്യാം. ഇങ്ങനെ യൂട്യൂബ് പോലെ $100 ആവണമെന്നില്ല. അതാണെങ്കിൽ പെയ്ഡ് എന്നാവുന്നത് മെസ്സേജ് നമുക്ക് പ്രോസസ്ഡ് എന്ന് ആദ്യം വരും, പിന്നെ പെയ്ഡ് എന്നാവുന്നത് ഒരു 21st അപ്പോൾ ഓൾറെഡി കിട്ടിയ ശമ്പളമൊക്കെ തീരാറായിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് ഈ 2000 രൂപ വരുന്നത് ചെറിയൊരു ആശ്വാസം. ബീൻസ് ഞാനൊരു തോരൻ വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇതും തേങ്ങ ഞാൻ മിക്സിയിൽ അടിക്കുന്നില്ല, അല്ലാത്ത ഒരു തോരനാണ്. തോരൻ മിക്കപ്പോഴും ഞാൻ അങ്ങനെയാണ് വെക്കുന്നത്. പൊരിച്ച മീൻ എനിക്കിങ്ങനെ മറിച്ചിട്ട് ഇച്ചിരി എണ്ണ തെറിച്ച് വീണ ഗ്യാസിൻ്റെ മേളിൽ അത് കാണുമ്പോൾ എന്തോ പോലെ, അതുകൊണ്ട് അതങ്ങ് തുടച്ച് മാറ്റി. ഇനി ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി ചെറിയ ജീരകവും ഇത്തിരി കടുകും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇത്തിരി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ആദ്യം ഇടാം. തോരനായതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ ഇപ്പം സവാളയൊന്നും എടുക്കാറേ ഇല്ല. വെറുതെ എണ്ണയിൽ പച്ചക്കറി അങ്ങോട്ട് ഇട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ട് പുരട്ടി എടുക്കാറാണ് പതിവ്, ഒരു ഹാഫ് ഫ്രൈഡ് വേർഷൻ പോലെ. ഇതിപ്പോൾ ഇത്തിരി സവാള വഴറ്റി അതൊന്നൊരു പിടി അമ്മ പുട്ടിന് തേങ്ങ തിരുകുന്നുണ്ടായിരുന്നു, അതൊന്നൊരു പിടി തേങ്ങയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ജീരകപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഈ ബീൻസും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ബീൻസിന് ഇത്തിരി കട്ടിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു 7-8 കോവയ്ക്ക കിടപ്പുണ്ടായിരുന്നു. ബീൻസ് കുറവായതുകൊണ്ട് ഞാൻ ആ കോവയ്ക്കയും കൂടെ അരിഞ്ഞ് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇത്തിരി വേവ് വേണ്ട ഐറ്റംസാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതെങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നു. പൊരിച്ച മീൻ അവിടെ റെഡിയായി. അതിൻ്റെത് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് പുട്ടിനുള്ള മാവ് പുരട്ടാം. പറയാൻ വന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഞാൻ പറയാൻ വന്നത്, FBയിൽ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ FBയിൽ വരും. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ മ്യൂസിക് ആഡ് ചെയ്യുന്നില്ല, ഇൻട്രോ മ്യൂസിക് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കാണാത്ത കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ചധികം വീഡിയോസ് യൂട്യൂബിലുണ്ടാവും. FBയിൽ കാണുന്നവർ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി അത് നെറ്റോസ് ചാനലിൽ പോയിട്ട് വീഡിയോ കാണാം കേട്ടോ. ക്രിസ്മസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ FBയിൽ അപ്ലോഡ് ചെയ്യാതിരുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്. അപ്പോൾ അതിൽ കാണുന്നവരാണെങ്കിൽ വിചാരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ക്രിസ്മസ് വീഡിയോ വരും എന്ന്, എന്നിട്ട് വന്നില്ല. അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും FBയിൽ സ്ഥിരം പോസ്റ്റ് ചെയ്യാറില്ല, വല്ലപ്പോഴും ഒരു ദിവസമാണ് ഇടുന്നതെന്ന്. അല്ല, ഞാൻ ഡെയിലി ഒരു ഷോർട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഇപ്പം ഒരു ദിവസം ലോങ് വീഡിയോ, പിന്നെ ഒരു ദിവസം 2 ഷോർട്സ്, രാവിലത്തതും ഈവനിങ്ങിലതുമായിട്ട് എന്തെങ്കിലും 2 ഷോർട്സ്, പിന്നെ നെക്സ്റ്റ് ഡേ വീണ്ടും ലോങ് വീഡിയോ. കിരൺ പറഞ്ഞ പോലെ, കിരൺ ടോമി കമൻറ്റ് ചെയ്തതുപോലെ ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും ലോങ് വീഡിയോസ് എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ലോങ് വീഡിയോ കൊണ്ടേ നമുക്കൊരു യൂസ് ഉള്ളൂ കേട്ടോ. ഷോർട്സിൻ്റെ അകത്തുനിന്നും ഏണിങ്സ് തീരെയില്ല. ലോങ് വീഡിയോ ആണ് എനിക്ക് മെയിനായിട്ട് റവന്യൂ വരുന്ന ഐറ്റംസ്. അപ്പോൾ FBയിൽ വീഡിയോ കാണുന്നവർ FBയിൽ വീഡിയോ ഇല്ലാത്ത ദിവസം യൂട്യൂബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചോറ് ദേ കുക്കുന് കൊണ്ടുപോകാനുള്ളത് എടുത്തിട്ട് ബാക്കി ഞാൻ അങ്ങോട്ട് സൈഡാക്കി. ഇനിയിപ്പോൾ അതാരും എടുക്കത്തില്ലല്ലോ രാവിലെ. ആലൻ ലഞ്ചിന് വരുമ്പോഴത്തേക്ക് ഞാനും എന്തായാലും സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ടാവും, അപ്പോൾ ഒരുമിച്ച് എടുക്കാം. കുക്കു സാറിന് ഇന്ന് ലഞ്ചിന് ചോറും ബീൻസ് തോരനും ഒരു മുട്ട പൊരിച്ചതും പിന്നെ മീൻ വറുത്തതും. കണമ്പാണ് കേട്ടോ. ഈ മീൻ കണമ്പാണെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുകയാണ് ഇത് കണമ്പാണെന്ന്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പേരൊന്നും അറിയത്തില്ലായിരുന്നു. അത് മുള്ള് കളഞ്ഞ് ഫ്രൈ ചെയ്തത് ഒന്ന് പിച്ചിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ടിഫിൻ ബോക്സ് പൊട്ടിയിട്ട് ഞാൻ പുതിയത് മേടിച്ചില്ല, ഇനിയിപ്പോൾ ഒരു ടേമല്ലേ ഉള്ളൂ. എന്തായാലും അവൻ വർഷം തുടങ്ങുന്നതിന് മുമ്പ് പുതിയ ബാഗ് വേണം, പുതിയ വാട്ടർ ബോട്ടിൽ വേണം, പുതിയ ടിഫിൻ ബോക്സ് വേണം, പുതിയ സ്നാക്സ് ബോക്സ് വേണം, അതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഞാനത് മേടിച്ചാലുണ്ടല്ലോ, ഇത് പുതിയതല്ല എന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ മെയ് മന്തൊക്കെ ആകുമ്പോൾ ഞാൻ വീണ്ടും ഒരെണ്ണം മേടിക്കേണ്ടി വരും. സ്നാക്സ് ബോക്സിൻ്റെ ഒരു സൈഡിലെ ക്ലിപ്പ് പൊട്ടിയിട്ട് ഇപ്പോഴും അത് തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ റീസണും അത് തന്നെയാണ് കേട്ടോ. ഇതല്ലാതെ വേറൊന്നും എടുക്കത്തുമില്ല. ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ ഡബ്ബയിൽ കൊടുത്തു വിട്ടാൽ സാറിന് പുച്ഛമാണ്. അപ്പോൾ ഇതേ ലഞ്ചൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ഉച്ചയ്ക്ക് വന്ന് കഴിക്കും. കുറച്ച് അച്ചപ്പത്തിൻ്റെ തരി ഇവിടെ ഇരിപ്പുണ്ട്, അതെനിക്ക് കുറിക്കാനായിട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഈ ലഞ്ച് എടുക്കുന്ന സമയത്ത് ഞാൻ അത് മറന്നുപോയി.
മോരിൻ്റെ ഡബ്ബ ഒന്നും കൂടെ ചെക്ക് ചെയ്യുവാണ് കേട്ടോ. അത് എത്ര ചെക്ക് ചെയ്താലും എനിക്ക് മതിയാവത്തില്ല. എന്നാലും കിറ്റിൻ്റെ അകത്ത് വെക്കുമ്പോഴും സ്കൂളിലെത്തുമ്പോഴും ഞാൻ നോക്കും അത് ചരിഞ്ഞോ എന്നൊക്കെ. ഈ ഒരു 4 എണ്ണം എനിക്ക് 99 റുപ്പീസിന്, അതായത് ആ ചെറിയ ഡബ്ബ 4 എണ്ണം 99 റുപ്പീസിന് ജിയോ മാർട്ടിൽ നിന്ന് കിട്ടിയതാണ്. പുട്ട് ആദ്യം വെച്ചതുണ്ടല്ലോ റെഡിയായി വരാനായിട്ട്, മേളിലോട്ട് ആവി വരാനായിട്ട് ഒരുപാട് താമസം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് താഴത്തെ, അതായത് കുറേ നേരം നിന്നിട്ട് പിന്നെ ഞാൻ അമർത്തിയൊക്കെ പിടിച്ചു, പുട്ടുകുടത്തിനോട് ഇങ്ങനെ ചേർത്തൊക്കെ പിടിച്ചു, എന്നിട്ടാണ് ആവി വന്നത്. പിന്നെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചില്ലൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞിരുന്നു. അപ്പോൾ ഏറ്റവും താഴത്തെ പുട്ട് കുറച്ചധികം എന്തോ പറയുന്നത് എന്ന് ഈർപ്പം അടിച്ചിട്ട് അവിടെ അങ്ങ് ഒരു കല്ല് മാതിരി ആയിപ്പോയി. അതുകൊണ്ടാണ് ആവി പിന്നെ മേളിലോട്ട് വരാതിരുന്നത്. അതുകൊണ്ട് പിന്നെ ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ് പുട്ടുകുറ്റിയിലോട്ട് മാവിട്ടത്. വീട്ടിലെ കൊലയിൽ പിടിച്ചതാണെന്ന് പറഞ്ഞ് എബി കുറച്ച് പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പുട്ടു ഉപ്പുമാവൊക്കെ തന്നെ ആയിരിക്കും മിക്കപ്പോഴും. ഈ ഒരു വെള്ളം 2-3 ദിവസമായിട്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, ഇന്നും ഉണ്ട്. ഇത് ആരുടെ കാണോ എന്തോ ഒരു പിടിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ KOTD കടൽ ഓഫ് ദി ഡേ. നമ്മുടെ നീയ പറഞ്ഞത് ഞാനങ്ങ് സ്ഥിരമാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നിലു എണീറ്റിട്ടില്ല. അപ്പോൾ താഴെ കിടന്ന് ഇവൻ ഫുട്ബോൾ അടിച്ച് ബഹളം ഉണ്ടാക്കുന്നു വെളിയിൽ. നേരത്തെ ഡ്രസ്സ് ചെയ്ത് വെളിയിൽ പോയി ഫുട്ബോളിട്ട് തട്ടിക്കൊണ്ടിരിക്കും, മതിലിങ്ങനെ അടിച്ച് തെറിപ്പിക്കും. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു, അതാണ് എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. കുക്കു സാറിനെ ഫുട്ബോൾ കോച്ചിങ്ങിനൊക്കെ വിടണം എന്നൊക്കെയുള്ള മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. പക്ഷേ വെക്കേഷൻ ആവട്ടെ, ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ 3rd ടേമിലെ എക്സാമൊക്കെ ഖുദാ ഖവയാവും. അത് മാത്രമല്ല ഇവന് നമ്മൾ ഈ വിചാരിക്കുന്ന അത്ര സ്റ്റാമിനയൊന്നും ഇല്ല കേട്ടോ. ഇത്തിരി എന്തെങ്കിലും കളിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ വന്ന് എവിടെയെങ്കിലും ചുരുണ്ട് മടങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നടന്ന സീൻ സ്കൂൾ ട്രിപ്പാണ് ഫ്രൈഡേ. അതിൻ്റെ ക്യാഷ് കുക്കു സാർ അടച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ക്യാഷ് ഇല്ല, അതുകൊണ്ട് നിന്നെ വിടുന്നില്ല. അപ്പോൾ രാവിലെ അലനെ ഫോൺ ചെയ്ത് പറഞ്ഞതാണ്. പക്ഷേ അലൻ സിസിജിയിലല്ലായിരുന്നു. അങ്ങനെ അത് കറങ്ങിത്തിരിഞ്ഞ് നേരെ നിമ്മലെടുത്ത് തന്നു. അലപ്പപ്പ വൈകിട്ട് തരാമെന്ന് പറഞ്ഞു. ഇപ്പം നിമ്മലത്താ അലപ്പപ്പ വരുമ്പോൾ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് 800 റുപ്പീസാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഹാപ്പി ലാൻഡിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഇവർക്ക് എല്ലാവർക്കും അവിടെ പോകാനാണ് ഇഷ്ടം. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ നമുക്ക് സ്കൂളിൽ അസംബ്ലി ഉണ്ട്. അപ്പോൾ ഇന്ന് അസംബ്ലി ഉള്ള ദിവസമാണ്. രാവിലെ ടീച്ചേഴ്സ് പിള്ളേരെയൊക്കെ അതിന് വരിയായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങും. അതിന് മുമ്പായിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തു തന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ട്രിപ്പിന് പോകേണ്ട കുട്ടികളുടെ പേരും ഫോൺ നമ്പരും വിളിച്ചാൽ കിട്ടുന്ന നമ്പരും അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് ടിക്ക് ചെയ്യാനുള്ള കുറേ കോളംസ്, ബസ്സിൽ കയറുമ്പോൾ ടിക്ക് ചെയ്യാൻ, അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ടിക്ക് ചെയ്യാൻ, അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കോഫി കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് UKGക്കാർ ലഞ്ച് കഴിഞ്ഞിറങ്ങി. ആദ്യം LKG ലഞ്ച് കഴിക്കും, പിന്നെ UKG, പിന്നെ 1 to 4 ഒരുമിച്ച് ലഞ്ച് കഴിക്കും. അതാകുമ്പോൾ ഈ പ്ലേ ഗ്രൗണ്ടിലെ റഷ് അങ്ങ് ഒഴിവാക്കാമല്ലോ. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോഴത്തേക്ക് അപ്പുറത്തൊരുത്തൻ ചോറ് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നെ കണ്ടിട്ടുള്ള ഓട്ടമാണ് ഈ ഓടുന്നത്. ലില്ലിയംജിയാണ് അവിടെ തുണി വിരിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണമ്മോൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ലേ. ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ നിവിൻ പോളി ദേ വരുന്നു, ദേ നടന്നു പോകുന്നു. പുറകെ ഷിബുവും ഉണ്ട്, കടപ്പുറത്തേക്കാണ്. 25-ാം തീയതിയാണ് അവൻ്റെ ഇനിയുള്ള ചെക്കപ്പ് പറഞ്ഞേക്കുന്നത്. ആളിപ്പോൾ ഓക്കെ ആയി, അടിപൊളിയായി. ഈ മുറിഞ്ഞ ചെവിയുടെ മേലെ ആ മുറിഞ്ഞ സ്ഥലത്ത് മുടി വളരുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷമം മാത്രമേ അവനിപ്പോൾ ഉള്ളൂ. ഇവൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ദോശയാണ് കഴിക്കുന്നത്. ചോറ് വേണ്ട, ദോശ മതിയെന്നും പറഞ്ഞിട്ട് ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ അപ്പം വേണം എന്നാണ് പറയാറുള്ളത് 24 മണിക്കൂറും. ഇന്നെന്തോ ദോശയിൽ ഒതുങ്ങി. ഞാൻ ദേ വീട്ടിലെത്തി ചോറും കറികളും ഒക്കെ ഇപ്പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചു. അമ്മയ്ക്കും ആലനും ഒക്കെ പിന്നെ എടുത്ത് കഴിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. പക്ഷേ ഞാൻ ചോറിടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ ആലൻ എത്തിയിരുന്നു കഴിക്കാനായിട്ട്. 2 മണിക്ക് തന്നെ തിരിച്ചു പോകണമെന്നും പറഞ്ഞിട്ട്. 2:30 മറ്റോ ഇനി അടുത്ത ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ 2 പേർക്കും കൂടെ ഒരുമിച്ച് ചോറിടാമെന്ന് കരുതി. അങ്ങനെ ദേ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ചോറും മീൻകറിയും പിന്നെ എൻ്റെ തട്ടിക്കൂട്ട് മോര് കാച്ചിയതും ബീൻസ് തോരനും. അത് അലൻ്റെ പാത്രത്തിൽ ഒത്തിരി കാണും, എനിക്ക് അത്രയും വേണ്ട. എനിക്ക് പച്ചക്കറിയോടൊന്ന്, പ്രത്യേകിച്ച് പച്ചക്കളറുള്ള പച്ചക്കറികളോട് എനിക്ക് വലിയ താല്പര്യമില്ല. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെ ചോറ് കഴിച്ചു. നിലു അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അവനും വന്നു. മീൻകറി അമ്മയും കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതും ഫിനിഷായി. അത് 3 പീസ് മാത്രം ഉള്ളത് കൊണ്ടാണ് അമ്മ കുഞ്ഞു ചട്ടിയിൽ വെച്ചത്. അത് സാധാരണ ഞാൻ ഇഞ്ചിക്കറി വെക്കുന്ന ചട്ടിയാണ്. നിങ്ങൾ മുൻപ് ആ വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞ് വയറ്റിൽ സ്ഥലം ഉണ്ടായിരുന്നത് കൊണ്ടും പഴം തീർക്കണം എന്നുള്ളത് കൊണ്ടും ഞാനൊരു പഴവും കൂടെ കഴിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ച് സ്കൂളിലേക്ക് പോവുകയാണ്. ഇപ്പോഴും ഈ വള്ളം ഇവിടെ തന്നെയുണ്ട്. എന്ത് പറ്റിയതാണെന്ന് ഒരു പിടിയുമില്ല. അത് ആങ്കർ ചെയ്ത് കണക്കാണ് അവിടെ കിടക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ കാറ്റത്ത് അപ്പുറത്തെ സൈഡിലോട്ടും ഇപ്പുറത്തെ സൈഡിലോട്ടും ഒക്കെ ആവുന്നുണ്ട്. പിന്നത്തെ ഒരു പീരീഡ് ഞാൻ കുറച്ച് എന്താ പറയുക, ട്രിപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളുടെ തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പീരീഡ് 3rd സ്റ്റാൻഡേർഡിനുണ്ടായിരുന്നു. ഇത് ആക്ച്വലി അവർക്ക് LSRW ആണ്, ലിസ്ണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് ആണ്. ചില സമയത്ത് ഞങ്ങൾ കോമ്പസിഷൻ എഴുതും, ചില സമയത്ത് സ്പീക്കിംഗ് പ്രാക്ടീസിന് ഏറ്റവും പറ്റിയ സ്ഥലം പ്ലേ ഗ്രൗണ്ടാണ്.
ഇവിടെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 3 പ്രാവശ്യം മലയാളത്തിൽ സംസാരിച്ചാൽ ഞങ്ങളെല്ലാം തിരിച്ച് ക്ലാസ്സിൽ പോകും, ഏതെങ്കിലും ഒരാൾ. അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷിലേ സംസാരിക്കും. സ്പീക്കിംഗ് പ്രാക്ടീസ് ആയില്ലേ, ഈ ഗെയിമിൻ്റെ ഇടയിലായതുകൊണ്ട് അവർ ഉറപ്പായിട്ടും തിരിച്ച് ക്ലാസ്സിൽ പോകാണ്ടിരിക്കാൻ മിസ്റ്റേക്സ് വരുമെന്നൊന്നും പേടിയില്ലാതെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കും. ഞാനിങ്ങനെ ഇടയ്ക്ക് നടന്നിട്ട് എന്തെങ്കിലും ചെറിയ ചില സെൻറ്റൻസസിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരത് കേട്ടിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയും. വീട്ടിൽ വന്നു കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീറ്റിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പുട്ട് ഇരിപ്പുണ്ട്, രാവിലത്തെ ബാക്കി പഴവും ഉണ്ട്. പഴം ഇനി ഇരുന്നാൽ അത് ഓൾറെഡി നല്ല പഴുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒത്തിരി ഉണ്ട് പഴം. അവൻ കൊണ്ടുവന്ന് കൊലയിൽ നിന്ന് ഒരു പടലയോ അങ്ങനെ കൊണ്ടുവന്നതാണ്. അങ്ങനെ എന്തായാലും 2 പേർക്കും പുട്ടും പഴവും കൂടെ വാരി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിനി കുളിച്ചൊന്ന് റെഡിയാവുകയൊക്കെ വേണം. അപ്പോൾ 2 പേരെയും കൂടെ ഞാൻ ലില്ലിയൻസിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നൊവേന കഴിഞ്ഞ ടൈമായിരുന്നു. ഇനി അവിടെ പോയി നേർച്ചയൊക്കെ ചുരണ്ടിപ്പരണ്ടിയൊക്കെ തിന്ന് 2 പേരും കൂടെ അവിടെ നിന്നോളും. 2 പേരും കൂടെ ദേ പോകുന്നുണ്ട്. നൊവേന കഴിഞ്ഞിട്ട് ആൾക്കാരുമൊക്കെ പോയി ഒരുവിധം. ലില്ലിയംച്ചി അവിടെ ആ വൈറ്റ് ബെഞ്ചിൽ അവിടെ ഇരിപ്പുണ്ട്. 2 അങ്ങോട്ടേക്ക് എത്തുന്നവരെ ഞാൻ നോക്കിക്കൊണ്ട് നിന്നു കേട്ടോ. റോഡല്ലേ, അതുകൊണ്ടൊരു കുക്കുസാറിൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. അവൻ്റെ അടുത്ത് സൈഡിൽ കൂടെ പോകാൻ പറഞ്ഞാൽ അവൻ പൊക്കോളും. പക്ഷേ മറ്റവന് തീരെ വിശ്വാസമില്ല, അവൻ ഓടിക്കളയും. അങ്ങനെ എന്തായാലും 2 അങ്ങ് എത്തിയതിന് ശേഷം ഞാൻ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് ഞാൻ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആകാമെന്ന് കരുതി. ആലൻ വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഓട്സ് കാച്ചാത്തത് 1 കവർ പാല് വാങ്ങിച്ച് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. പഴമുള്ള സ്ഥിതിക്ക് ഇനിയിപ്പോൾ വീണ്ടും ഞാൻ അത് തന്നെ പറയുന്നു. എന്തായാലും പഴമുണ്ട്, അപ്പോൾ പിന്നെ പാല് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റും ഉണ്ട്, നമുക്ക് ചാർജ് അടിക്കാമല്ലോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീസറിലിരുന്ന പാലെടുത്ത് ഇടികല്ലിൻ്റെ ആ ഒരു കുഴൽ വെച്ചിട്ട് ഇടിച്ച് പൊട്ടിച്ച് ഷുഗറും ചേർത്ത് ആദ്യം ഒന്ന് അടിച്ചു. പാല് നല്ല രീതിയിൽ ഫ്രീസായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് ഞാൻ നിർത്തിയാണ് ഇട്ടത്. അങ്ങോട്ട് ആ ഐസ് പീസസ് അങ്ങോട്ട് മുറിഞ്ഞു വരുന്നില്ല. പിന്നെ ഒരു കത്തിയും കൊണ്ട് ഇടിച്ചൊടിച്ചിട്ടൊക്കെ എങ്ങനെയൊക്കെയോ റെഡിയാക്കി എടുത്തു. ബൂസ്റ്റും 2 പാക്കറ്റ് ഇട്ടു, ഒരു പഴവും ഇട്ടു. അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു, അതുകൊണ്ട് ഒരു പഴം ആഡ് ചെയ്ത് നമ്മുടെ ഷാർജ ഷേക്ക് റെഡിയായി. സിസിജി നിലം കൊണ്ടുവന്ന കരിക്കാണ് ആ ഗ്ലാസ് ബൗളിൽ ഇരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അകത്ത് നിന്ന് കരിക്കും വെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ട്. കരിക്ക അതിൻ്റെ അകത്ത് തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് 3 ചെറിയും കൂടെ ഡെക്കറേറ്റീവ് പർപ്പസസിനായിട്ട് എടുത്ത് വെച്ചു. 2 സ്പൂണും ഇട്ടു. ഏതെങ്കിലും ഒരു മൂവി കാണാമെന്നും പറഞ്ഞ് വന്നിരുന്നതാണ്. 2 പേരും വരുന്നതിന് മുമ്പ് ഷാർജ കുടിച്ച് തീർക്കണം എന്നുണ്ടായിരുന്നു. തണുപ്പല്ലേ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നിന് കോൾഡ് വരും. പക്ഷേ അപ്പോഴത്തേക്ക് നീലു എത്തി. എന്തായാലും ഭാഗ്യം അവനത് ഇഷ്ടപ്പെട്ടില്ല. തണുപ്പായതുകൊണ്ടാവണം, അവനത് ഇഷ്ടപ്പെട്ടില്ല. ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി തുപ്പിക്കളഞ്ഞിട്ട് അവനങ്ങ് പോയി. ഫിലിം ഇട്ടത് ആനന്ദ് ശ്രീബാലയായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം ഒരു ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ടൈപ്പിലൊരു മൂവി ആയതുകൊണ്ട് അങ്ങനെ ഇരുന്ന് കണ്ടു. ഡിന്നർ ഉണ്ടാക്കാനായിട്ട് എനിക്ക് വയ്യാന്ന് ഞാൻ പറഞ്ഞിട്ട് കുഴിമന്തി ഓർഡർ ചെയ്തു. മന്തി വന്നപ്പോഴത്തേക്ക് ഫിലിം തീർന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഷാർജയല്ലേ കുടിച്ചത്, വിശപ്പ് അങ്ങോട്ട് ആയിട്ടില്ല. അങ്ങനെ അത് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെയും പോയിരുന്നു മൂവി കണ്ട് തീർത്തു. അതിൻ്റെ ഇടയിൽ കുക്കു സാറിന് എപ്പോഴത്തെയും പോലെ തന്നെ 9:30 കഴിയുമ്പോഴത്തേക്ക് നാളത്തേക്കുള്ള പഠിക്കണം എന്നുള്ള ബോധമൊക്കെ വന്നിട്ട് മലയാളം ബുക്കുമായിട്ട് വന്നു. 4 വരി കവിത പഠിക്കാനുണ്ടായിരുന്നത് 2 വരി പഠിച്ചു. എന്നിട്ട് അവൻ തന്നെ പറയുക, മിസ്സിൻ്റെ അടുത്ത് മമ്മ നമ്മൾ പഠിച്ചില്ല എന്ന് പറഞ്ഞാലേ മിസ്സിന് ദേഷ്യം വരത്തുള്ളൂ. നമ്മൾ പറയണം, മിസ്സേ ഞാൻ 2 ലൈൻസ് പഠിച്ചു, 2 ലൈൻസ് എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഞാൻ നാളെ പഠിക്കാം. അപ്പോൾ മിസ്സ് ഹാപ്പി ആവുമെന്ന്. ആസ് എ ടീച്ചർ ഞാൻ നോക്കിയപ്പോൾ അത് ശരിയുമാണ്. ഞാനാണെങ്കിലും 2 വരെയെങ്കിലും പഠിച്ചല്ലോ എന്ന് ആലോചിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഡിന്നർ കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങുന്ന സീനല്ലേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നാളെ കാണാം.